everyone, it's me Shabihas, personal transformation coach. നമ്മൾ ഈ നാഷണൽ ഡേയുടെ ഒഴിവിൽ നമ്മൾ റൂവിയിൽ നിന്ന് മസ്കത്തിൻ്റെ ചങ്കായ റൂവിയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മൾ വാദി ബിൻ ഖാലിദിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. നല്ല യാത്രകൾ നമുക്ക് നല്ല ബന്ധങ്ങളും ഓർമ്മകളും സന്തോഷവും നൽകാറുണ്ടല്ലേ. അറൗണ്ട് 263 കിലോമീറ്ററോളം വരുന്നുണ്ട് കേട്ടോ റൂവി ടു വാദി ബനി ഖാലിദിലേക്ക്. അതുപോലെ തന്നെ 2 ലോങ്ങസ്റ്റ് ടണലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടത്. ഓൺ ദ വേയിൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചു. കാരണം നമ്മൾ വെള്ളത്തിലൊക്കെ ചാടേണ്ടതല്ലേ. നീന്തി കുളിക്കുമ്പോഴൊക്കെ വിശപ്പ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ഉള്ളതാണെങ്കിൽ മക്കൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പാർസലൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. അറൗണ്ട് ഒരു 3 കിലോമീറ്റർ അകലെയാണ് കേട്ടോ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഫൈനലി നമ്മൾ വാദി ബനി ഖാലിദിലെത്തിയിരിക്കുകയാണ്. അവിടെ മാപ്പിൽ കറക്റ്റ് എല്ലാ ലൊക്കേഷനുകളും കറക്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ട്. വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഒരു ലേശം, അതായത് ഒരു 1/2 കിലോമീറ്ററോളം നടന്നിട്ടാണ് വാദി ബനി ഖാലിദിലേക്ക് എത്തുന്നത്. ടെൻ്റൊക്കെ കെട്ടി ഫുഡൊക്കെ മേക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ഓപ്ഷനാണ് അതൊക്കെ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്, നല്ല പെർഫെക്റ്റാണ് വെള്ളമൊക്കെ. നല്ല കളറ്, പച്ച കളറ്, അതുപോലെ നീല കളറ് ഒക്കെ നല്ല പ്യുവർ വാട്ടറാണ്. നമുക്ക് ഗൾഫിലത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം എന്നൊക്കെ അല്ലേ പറയാം നമ്മൾ. അതൊന്നുമല്ല, നല്ല പ്യുവർ വാട്ടറാണ്, കുടിക്കാൻ പറ്റിയ വെള്ളം തന്നെയാണ്. നല്ല കനാലുകളൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് ഒഴുകി പോകുന്ന കൃഷി സ്ഥലത്തേക്കൊക്കെയാണ് ആ വെള്ളം ഒഴുകുന്നത്. ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കേവ് ഉണ്ട്. കുറച്ച് 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കേവ്, അതിൻ്റെ ഉള്ളിൽ പോണ വഴിക്കൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളും നല്ല വെള്ളങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നീന്തി കുളിക്കാനൊക്കെ അവസരം ഉണ്ട്.
എന്താ പറയാ, പ്രത്യേക വൈബാണ് ഇവിടെ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒമാനിലൊക്കെ ഉണ്ടായിട്ട് നമ്മളിവിടെ വന്നില്ല ഉണ്ടല്ലോ, ആ ഒരു വമ്പൻ നഷ്ടമാണ്. ചാടി നീന്തി കുളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ നമ്മളുടെ ചെറുപ്പകാലത്തിലുള്ള ആ ഒരു എന്താ പറയുക, നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു നീന്തലും ആ ഒരു വെള്ളത്തിലുള്ള മുങ്ങിക്കുളിയൊക്കെ ശരിക്കും മനസ്സിലിങ്ങനെ ഓടി കളിക്കുകയാണ്. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആയത് അവിടുത്തെ വെള്ളച്ചാട്ടം തന്നെയാണ്. പാറമടകളിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളത്തിൻ്റെ ഇടയിലൂടെ നിന്ന് കുളിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിട്ട് നമുക്കത് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്.
വീഡിയോ ഒക്കെ കണ്ടില്ലേ, ഒന്നും പറയാല്ല, സച്ച് എ ബ്യൂട്ടിഫുൾ. ഇങ്ങനൊരു സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. മാക്സിമം എൻജോയ് ചെയ്തു, ഒന്നും പറയാല്ല, ഹാപ്പി മൊമെന്റ്. തിരിച്ചു വരുമ്പോൾ ഓൺ ദി വേ ഞങ്ങൾ ഫഞ്ചയിലിറങ്ങി നല്ല അടിപൊളി മട്ടൻ മന്തി അങ്ങോട്ട് തട്ടി. നല്ല അനുഭൂതിയും നല്ല ടേസ്റ്റും നല്ല ആസ്വാദനവും ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞത് വളരെ മനസ്സിൻ്റെ കുളിർമയെ ഒന്നും കൂടി അധികം ഉണർത്തി. ശരിക്കും ഇവിടെ വന്ന് ഒന്ന് മുങ്ങിക്കുളിച്ച് ചാടിക്കുളിച്ച് തിമർക്കേണ്ടത് തന്നെയാണ്. എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ, സി യു.